ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ LDC എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പഠനം ഒന്നുകൂടെ ഉഷാറാക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ 6 ക്ലാസ്സുകൾ ഒരു ദിവസം നൽകുന്നുണ്ട്. കാലത്ത് 6 മണിക്കും, കാലത്ത് 9 മണിക്ക്, 12 മണിക്ക്, 3 മണിക്ക്, രാത്രി 8 മണിക്ക്, 10:30 ഇങ്ങനെയാണ് കൃത്യമായിട്ട് 6 ക്ലാസ്സുകൾ എല്ലാ ദിവസവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ GK പോർഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ ഈ 6 ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം എല്ലാവരും കണ്ട് പ്രയോജനപ്പെടുത്തുക. നമ്മൾ തുടക്കം മുതൽ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരു ട്രാക്കിലായി കാണും. പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ കണ്ടുവരിക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് അറിയാം കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കളക്റ്റീവ് നൗൺ. അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറിയ കോഡൊക്കെ യൂസ് ചെയ്തിട്ട്, ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കണക്ഷൻസും കോഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളക്റ്റീവ് നൗണിൻ്റെ ക്ലാസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ഭാഗത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ കളക്റ്റീവ് നൗൺസ് ആണ് നോക്കുക. ആദ്യം മങ്കീസിൻ്റെ ഗ്രൂപ്പിന് എന്താ പറയുക? എ ബാരൽ ഓഫ് മങ്കീസ് എന്നും പറയും, എ ട്രൈബ് ഓഫ് മങ്കീസ് എന്നും പറയും. എ ട്രൈബ് ഓഫ് മങ്കീസ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ, മനുഷ്യരുടെ ആ ഒരു ഇതിലാണ് വരുന്നത് മങ്കീസ്. അപ്പോൾ ഒരു കുലം എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ എ ട്രൈബ് ഓഫ് മങ്കീസ് നമുക്ക് കിട്ടിക്കോളും. അടുത്ത ബാരൽ ഓഫ് മങ്കീസ് എങ്ങനെ കണക്ട് ചെയ്യുക? മങ്കീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭാരമുള്ള മൃഗങ്ങളാണെന്നുള്ള രീതിയിൽ ഭാരം ഉണ്ട് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ എ ബാരൽ ഓഫ് മങ്കീസ്, ഭാരമുള്ള മങ്കീസ് ആണ് കേട്ടോ. അപ്പോൾ എ ബാരൽ ഓഫ് മങ്കീസ്, എ ട്രൈബ് ഓഫ് മങ്കീസ് പിന്നെ നമുക്ക് കിട്ടിക്കോളും. അടുത്തത് എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? ഗാർലൻഡ്. എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. നമുക്ക് ഈ ഗാർലൻഡ് എന്ന് കേൾക്കുമ്പോൾ ഗാർഡനുമായിട്ട് ചെറിയൊരു കണക്ഷൻ തോന്നുന്നില്ലേ? ഗാർഡൻ, ഗാർലൻഡ്. ഓക്കെ, അപ്പോൾ ഗാർഡനിൽ എന്താ ഉള്ളത്? ഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ ഗാർഡൻ, ഗാർലൻഡ്, എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി എ ഡെക്ക് ഓഫ്, എ പാക്ക് ഓഫ്, എ ഹാൻഡ് ഓഫ്, കാർഡ്സ് ഉണ്ടല്ലോ, കാർഡ്സിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് എ ഡെക്ക് ഓഫ് എന്ന് പറയും, എ പാക്ക് ഓഫ് എന്ന് പറയും, എ ഹാൻഡ് ഓഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഈ കാർഡൊക്കെ വെച്ച് കളിക്കത്തില്ലേ? അപ്പോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ ഇരുന്നിട്ടാണ് കളിക്കുന്നത്? ഒരു ഡെസ്ക് ഉണ്ടാവും, അതിൻ്റെ മേത്താണ് നമ്മൾ കാർഡൊക്കെ ഇടുന്നത്. അതൊരു പാക്കറ്റായിട്ടായിരിക്കും കാർഡ് ഉണ്ടാവുക. നമ്മുടെ കൈ വെച്ചിട്ടല്ലേ നമ്മൾ കളിക്കുന്നത്, ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് കാർഡ്സൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി അല്ലേ. ഡെസ്കിൽ ഒരു പാക്കറ്റ് കാർഡ് ഉണ്ടായിരിക്കും, അത് നമ്മൾ കൈ വെച്ചിട്ട് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ എ ഡെക്ക് ഓഫ്, എ പാക്ക് ഓഫ്, എ ഹാൻഡ് ഓഫ്, കാർഡ്. അടുത്തത് എ ബാറ്ററി ഓഫ് ഗൺസ്. ഗൺസിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് ബാറ്ററി, എ ബാറ്ററി ഓഫ് ഗൺസ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കളിത്തോക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ അതിൽ ബാറ്ററി ഒക്കെ ഉണ്ടാവത്തില്ലേ, ബാറ്ററി ഒക്കെ ഇട്ടിട്ടുള്ള തോക്കായിരിക്കും എന്നുള്ള രീതിയിൽ എ ബാറ്ററി ഓഫ് ഗൺസ് ഓർക്കാം. അടുത്തത് എ ഹേർഡ് ഓഫ് ബഫലോസ്, കാറ്റിൽ, ഡിയർ, കൗസ്, എലിഫൻറ്റ്, ജിറാഫ്, ഗോട്ട്സ്. ബഫലോസിൻ്റെയും കാറ്റിലിൻ്റെയും ഡിയർ, കൗസ്, എലിഫൻറ്റ്, ജിറാഫ്, ഗോട്ട്സ് ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ എന്താണ് പറയുന്നത്? ഹേർഡ് ഓഫ് എന്നാണ് പറയുക. ഹേർഡ് ഓഫ് കേട്ടോ, ഹേർഡ് ഓഫ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ കാറ്റിൽ എന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കാട്ടിൽ എന്ന് ഓർക്കാം കേട്ടോ. കാട്ടിൽ. ഇപ്പോൾ നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഡിയർ ഉണ്ടാവും, എലിഫൻറ്റ് ഉണ്ടാവും, ജിറാഫ് ഉണ്ടാവും, ഗോട്ടും ബഫലോനും കൗനിയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാട്ടിൽ പോയാൽ കൗനിയൊന്നും കാണാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടി പറയുവാണ്. അപ്പോൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ, നല്ല ശബ്ദം കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഹേർഡ് കേൾക്കുക എന്നുള്ളൊരു രീതിക്കുള്ള ഹേർഡ് എന്നുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഹേർഡ് ഓഫ് ബഫലോസ്, കാറ്റിൽ, ഡിയർ. കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് ഓർത്താൽ മതി. ജിറാഫ്, എലിഫൻറ്റ്, ഗോട്ട്. ഓക്കെ, അടുത്തത് ഗിഗിൾ ഓഫ് ഗേൾസ്. ഗേൾസിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? ഗിഗിൾ എന്നാണ്. അപ്പോൾ ഗേൾസ് എന്ന് പറയുന്ന പോലെ തന്നെ GI വെച്ചിട്ടല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗിഗിൾ ഓഫ് ഗേൾസ്, ഗിഗിൾ ഓഫ് ഗേൾസ്. ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്. ബോട്ട്സിൻ്റെ കൂട്ടത്തിന് എന്താ പറയുന്നത്? ഫ്ലോട്ടില. അപ്പോൾ എങ്ങനെ ഓർക്കാം? ഈ ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തിൽ, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യില്ലേ, ഫ്ലോട്ട് ചെയ്തിട്ടല്ലേ പോകുന്നത്, ഒഴുകി അല്ലേ, ഫ്ലോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്. അടുത്തത് കമ്പനി ഓഫ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലെയേഴ്സ്, ആക്ടേഴ്സ്, സോൾജിയേഴ്സ്. പാരറ്റ്സിൻ്റെ കൂട്ടത്തിനെ, പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിനെ, ആക്ടേഴ്സ്, സോൾജിയേഴ്സ് ഇതിൻ്റെ എല്ലാ കൂട്ടത്തിനെ പറയുന്നത് എന്താണ്? എ കമ്പനി ഓഫ് എന്നാണ് പറയുക. എ കമ്പനി ഓഫ്.
അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ പാരറ്റ്സ് അല്ലേ, പാരറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നതല്ലേ, അപ്പോൾ നമ്മളുമായിട്ട് നല്ല കമ്പനി ആയിരിക്കും അല്ലേ, പാരറ്റ്സ് ഒക്കെ എന്താ നമ്മളുമായിട്ട് നല്ല കമ്പനി ആയിരിക്കും. അതുപോലെ പ്ലെയേഴ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ എന്താ ക്രിക്കറ്റ് കളിക്കാരെ പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരുമായിട്ടൊന്ന് കമ്പനി കൂടാനായിട്ട് ശ്രമിക്കും അല്ലേ, പെട്ടെന്ന് കമ്പനി കൂടാനായിട്ട് ശ്രമിക്കും. അതുപോലെ ഒരു ആക്ടറിനെ നമ്മളിപ്പോൾ നേരിട്ട് കാണുവാണെങ്കിൽ പെട്ടെന്നൊന്ന് കമ്പനി ആവണം അല്ലേ, ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പോകത്തില്ലേ, ഒന്ന് കമ്പനി ആവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ സോൾജിയേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ആകാൻ ശ്രമിക്കില്ല അല്ലേ, കമ്പനി ആവാൻ ശ്രമിക്കില്ല. എന്തുകൊണ്ടാണ്? സോൾജേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവും അല്ലേ, അപ്പോൾ നമ്മൾ കമ്പനി കൂടത്തില്ല എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ പട്ടാളം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിൽ സോൾജേഴ്സിനെയൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ പേടിച്ചല്ലേ, അങ്ങനെ ആ ഒരു രീതിയിൽ സോൾജേഴ്സിനെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കമ്പനി ആവില്ല എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലെയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ഒന്നുകൂടെ പറയാം. എ ബാരൽ ഓഫ് മങ്കീസ് ഭാരമാണെന്ന് ഓർത്താൽ മതി. എ ട്രൈബ് ഓഫ് മങ്കീസ്. പിന്നെ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ഗാർഡനും ഫ്ലവറുമായിട്ട് കണക്ട് ചെയ്യുക. എ ഡക്ക് ഓഫ് പാക്ക് ഓഫ് ഹാൻഡ് ഓഫ് കാർഡ് നമ്മൾ ഡെസ്കിൽ പാക്കറ്റായിട്ട് വെച്ച് അല്ലെ ഹാൻഡ് വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് ഓർത്താൽ മതി. ബാറ്ററി ഓഫ് ഗൺസിൽ നമ്മൾ എന്താ കളിത്തോക്കിൽ ബാറ്ററി ഇടുന്ന ഓർത്താൽ അത് കിട്ടും. പിന്നെ ഹെഡ് ഓഫ് ബഫലോസ്, കാറ്റിൽ, ഡിയോർ, കൗസ്, എലിഫന്റ്, ജിറാഫ്, ഗോഡ്സ്. എന്താ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എലിഫന്റ്, ജിറാഫ്, ഡിയർ അതിൻ്റെ എല്ലാ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഓർത്താൽ മതി. അടുത്തത് ഗിഗിൾ ഓഫ് ഗേൾസ്, GI വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഫ്ലോട്ടില ഓഫ് ബോട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഓർത്താൽ മതി. ദെൻ എ കമ്പനി ഓഫ് പാരറ്റ്സ്, പ്ലെയേഴ്സ്, ആക്ടേഴ്സ്, സോൾജേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടാവും. അടുത്തത് എ ലിറ്റർ ഓഫ് പപ്പീസ്. കപ്സിൻ്റെയും പപ്പീസിൻ്റെയും കൂട്ടത്തെ എന്താണ് പറയുന്നത്? എ ലിറ്റർ ഓഫ് എന്നാണ് പറയുന്നത്. എ ലിറ്റർ ഓഫ് കപ്സ് ആൻഡ് പപ്പീസ്. എങ്ങനെ ഓർക്കുക? ഈ കപ്സും പപ്പീസും ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, അവർക്ക് ഇപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ, അപ്പോൾ നല്ല ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കണം എന്ന് ഓർത്താൽ മതി കേട്ടോ. ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കണം എന്ന് ഓർത്താൽ മതി. ചൂട് കാലമല്ലേ, അപ്പോൾ ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കണം എന്ന് ഓർത്താൽ മതി. അടുത്തത് സ്കൾക്ക് ഓഫ് ഫോക്സിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? സ്കൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കള്ള് വെച്ച് ജസ്റ്റ് കണക്ട് ചെയ്യുക നമ്മൾ പറയില്ലേ, കുറുക്കൻ്റെ തലയെ അവന് എന്ന് പറയും അല്ലേ, അപ്പോൾ കുറുക്കൻ്റെ ബുദ്ധി എന്നുള്ള രീതിക്ക് സ്കള്ളുമായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ സ്കൾക്ക് ഓഫ് ഫോക്സ്. അടുത്തത് പോസ് ഓഫ് പോലീസിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? അപ്പോൾ പോസ് ഓഫ് പോലീസ് എങ്ങനെ ഓർക്കുക? പോസ് ഓഫ് പോലീസ് എന്നുള്ളത്, പോലീസ് എപ്പോഴും ഒരു പോസിലല്ലേ നിൽക്കുന്നത്, ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്ന ഒരു പോസ് ഓർക്കുക. പോലീസ് നിൽക്കുന്ന ഒരു പോസ് ഓർക്കുക കേട്ടോ. തൊപ്പിയും അല്ലേ എല്ലാം വെച്ച് ലാത്തിയൊക്കെ പിടിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു പോസാണ് അല്ലേ, അപ്പോൾ ആ ഒരു പോസ് ഓർത്താൽ മതി കേട്ടോ പോലീസിൻ്റെ. അപ്പോൾ പോസ് ഓഫ് പോലീസ്. അടുത്തത് സ്കൂൾ ഓഫ് വെയിൽസ്. അപ്പോൾ എന്താ ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ നടന്നിട്ടാണ് സ്കൂളിലോട്ടൊക്കെ പോകുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. സ്കൂളിലോട്ടൊക്കെ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ വെയിലത്തൊക്കെ നടന്നല്ലേ, വെയിലൊക്കെ കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതെന്ന് ഓർത്താൽ മതി. സ്കൂൾ ഓഫ് വെയിൽസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്തത് സ്കൂൾ ഓർ ഷോൾ ഓഫ് ഫിഷിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് സ്കൂൾ എന്നും പറയും, ഷോൾ എന്നും പറയും. എ സ്കൂൾ ഓഫ് ഫിഷ് എന്നും പറയും, എ ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ മീനൊക്കെ പിടിക്കും അല്ലേ, നമ്മൾ പുഴയിലൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് മീൻ പിടിക്കും. എങ്ങനെ? നമ്മളൊരു ഷോളൊക്കെ യൂസ് ചെയ്തിട്ട് പിടിക്കില്ലേ, ഒരാൾ ഇപ്പറയും അപ്പറയും നിന്നിട്ട് ഇങ്ങനെ ഷോൾ പിടിച്ച് ഇങ്ങനെ തേവി മീൻ വരുന്നുണ്ടോ എന്നൊക്കെ തോർത്തൊക്കെ യൂസ് ചെയ്തിട്ട് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഷോൾ ഉപയോഗിച്ച് ഫിഷ് പിടിക്കും എന്നുള്ള രീതിയിൽ സ്കൂൾ ഓഫ് ഫിഷും ഷോൾ ഓഫ് ഫിഷും കിട്ടും. ഓക്കെ, അടുത്തത് എ ബ്രൂഡ് ഓഫ് ചിക്കൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്കാം. ആര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിക്കൻ വാങ്ങിക്കും അല്ലേ. അപ്പോൾ ചിക്കൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ആര് ഗസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അവരെ എനി ടൈം എങ്ങനെ ചിക്കനെ അല്ലേ കൊല്ലുക, കറി വയ്ക്കുക, അതല്ലേ പണി. അപ്പോൾ അവരോട് നമ്മൾ റൂഡായിട്ടാണ് പെരുമാറുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, ആര് വന്നു കഴിഞ്ഞാലും ചിക്കനോടാണ് നമ്മളതൊക്കെ തീർക്കുന്നത് അല്ലേ. ചിക്കനെ പിടിച്ച് കൊന്ന് പൊരിച്ചിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരോട് നമ്മൾ റൂഡായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ ബ്രൂഡ് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ ബ്രെഡും ചിക്കനും ഓർത്താലും മതി കേട്ടോ. ബ്രെഡും ചിക്കനും ഓർത്താലും മതി. എ ബ്രൂഡ് ഓഫ് ചിക്കൻ. അടുത്തത് എ മസ്റ്റർ ഓഫ് പീകോക്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പീ എന്ന് പറയുമ്പോഴേ പീകോക്സിൽ പീ ഉണ്ടല്ലോ, പീ എന്ന് പറയുമ്പോൾ എന്താ? കടലയൊക്കെ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് മസ്റ്റാർഡ് വേണം അല്ലേ, കടുകൊക്കെ പൊട്ടിച്ചിട്ടല്ലേ നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ മസ്റ്റാർഡൊക്കെ വേണം എന്നുള്ള രീതിയിൽ എ മസ്റ്റർ ഓഫ് പീകോക്സ് എന്ന് ഓർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പീകോക്സിനൊക്കെ ഈ മസ്റ്റാർഡ് കടുക് പോലെയുള്ള മണികളൊക്കെ ഇങ്ങനെ നമ്മൾ തിന്നാനൊക്കെ ഇട്ട് കൊടുക്കും എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എ മസ്റ്റർ ഓഫ് പീകോക്സ്. അടുത്തത് എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്. അത് നമുക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്. ഒന്നുകൂടെ പറയാം. എ ലിറ്റർ ഓഫ് പപ്പീസിൻ്റെയും കപ്സിൻ്റെയും കൂട്ടത്തെ ലിറ്റർ എന്നാണ് പറയുന്നത്. എങ്ങനെ ഓർത്തെ? ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുന്നുള്ള രീതിയിൽ അല്ലേ.
ദെൻ സ്കൾക്ക് ഓഫ് ഫോക്സ്, ഫോക്സിൻ്റെ സ്കള്ളെന്ന് ഓർത്താൽ മതി. ദെൻ പോസ് ഓഫ് പോലീസ്, പോലീസിൻ്റെ സല്യൂട്ട് അടിക്കുന്ന പോസ് ഓർക്കുക. സ്കൂൾ ഓഫ് വെയിൽസ്, സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ്, വെയിലത്താന്ന് ഓർത്താൽ മതി. ദെൻ സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന കാര്യം ഓർത്താൽ മതി. ദെൻ ബ്രോഡ് ഓഫ് ചിക്കൻ എങ്ങനെ ഓർത്തത്, ചിക്കനോട് നമ്മൾ എപ്പോഴും റൂഡായിട്ടാണ് പെരുമാറുന്നതെന്ന് ഓർത്താൽ മതി. ദെൻ മസ്റ്റർ ഓഫ് പീകോക്സ് അല്ലെ, പീ കറി വെക്കുന്നത് മസ്റ്റാർഡ് യൂസ് ചെയ്തിട്ടാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. എ റെജിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്. ഓക്കെ, അടുത്തത് ആൻ ആർമി ഓഫ് ആൻസ് സോൾജിയേഴ്സ്. ആൻസ് ഉറുമ്പിൻ്റെയും സോൾജിയേഴ്സിൻ്റെയും കൂട്ടത്തിൽ നമ്മൾ ആൻ ആർമി ഓഫ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആൻ ആർമി ഓഫ് സോൾജിയേഴ്സ് നമുക്ക് അറിഞ്ഞോളൂ അല്ലേ. ആൻറ്റിനെ എങ്ങനെ നമ്മൾ ഓർക്കുക, ഇപ്പോൾ ഈ സോൾജിയേഴ്സ് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നടന്നു പോകും അല്ലെ, മാർച്ച് ചെയ്ത് ഇങ്ങനെ പോകും. ഇപ്പോൾ നമ്മുടെ ഉറുമ്പുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ, ഒരു ഉറുമ്പ് പോകുന്നതിൻ്റെ പിന്നാലെ ഇങ്ങനെ വരിപ്പിടിച്ചിട്ടായിരിക്കും അടുത്ത ഉറുമ്പുകളും ഇങ്ങനെ വരിവരിയായിട്ടാണ് പോവുക അല്ലേ. അപ്പോൾ സോൾജിയേഴ്സ് എങ്ങനെയാണോ വരിവരിയായി മാർച്ച് ചെയ്യുന്നത് അതേപോലെയാണ് ആൻസും പോവുക, ഉറുമ്പും അതുപോലെ വരിവരിയായിട്ടാണ് പോവുക, കൂട്ടം കൂട്ടമായിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ആൻ ആർമി ഓഫ് ആൻസ്, അതുപോലെ സോൾജിയേഴ്സ്. അടുത്തത് എ ലോക്ക് ഓഫ് ഹെയർ, എ ടഫ്റ്റ് ഓഫ് ഹെയർ. അപ്പോൾ എങ്ങനെ ഓർക്കുക, ലോക്ക് ഓഫ് എന്നും പറയും, എ ടഫ്റ്റ് ഓഫ് എന്നും പറയും, ഹെയറിൻ്റെ കൂട്ടത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ ലോക്ക് ചെയ്ത് വെക്കണം അല്ലേ. നമ്മളിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അമ്മമാർ പറയും എന്തിനാ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് അല്ലേ, അത് മുറുക്കി പിടിച്ച് കെട്ട് എന്ന് പറയും അല്ലേ. നമ്മളെപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിലൊക്കെ മുടിയൊക്കെ പറന്ന് വീടുന്നുള്ള രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കണം എന്ന് പറയത്തില്ലേ. അപ്പോൾ എ ലോക്ക് ഓഫ് ഹെയർ എന്ന് നമ്മൾ പറയും, മുടി എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ഇനി എ ടഫ്റ്റ് ഓഫ് ഹെയർ, എന്താ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് കൊഴിച്ചിലൊന്നും ഇല്ലാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഓർത്താൽ മതി കേട്ടോ. എ ടഫ്റ്റ് ഓഫ് ഹെയർ. ഓക്കെ, അപ്പോൾ ലോക്ക് ഓഫ് ഹെയർ, എ ടഫ്റ്റ് ഓഫ് ഹെയർ. ഹെയർ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ടഫാന്ന് ഓർക്കുക. അതുപോലെ നമ്മുടെ മുടി എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണമെന്ന് ഓർക്കുക. അടുത്തത് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് കാർസ്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് കാർസ്, ഷിപ്സിൻ്റെയും കാർസിൻ്റെയും കൂട്ടത്തിൽ എന്താണ് പറയുന്നത്, ഫ്ലീറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഫ്ലീറ്റ് എന്ന് പറയുന്ന സമയത്തെ നമുക്ക് നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ് ഓർക്കാം. അപ്പോൾ നമ്മൾ സാരിയെ കൊടുത്ത് ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയെ കൊടുത്തിട്ട് നമുക്ക് പോകാനായിട്ട് ബസ്സിലൊക്കെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എങ്ങോട്ടാണ് കയറി പോവുക, കാറിൽ പോകും അല്ലേ. ഇന്ന് സാരി എടുത്തിരിക്കുന്നത്, ബസ്സിൽ പോകാൻ സാധിക്കത്തില്ല, നമുക്ക് കാറിൽ പോകാം അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓർത്താൽ മതി, സാരിയുടെ ഫ്ലീറ്റൊക്കെ തടഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും കാറിലാണ് പോകുന്നതെന്ന് ഓർത്താൽ മതി. കാറും അതുപോലെ ഷിപ്പും. ഓക്കെ, അടുത്തത് എ ബോഡി ഓഫ് മെൻ. എ ബോഡി ഓഫ് മെൻ. ഇപ്പോൾ ജസ്റ്റ് മെൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവർ ഈ മസിലൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നല്ലേ, ആ ഒരു പോസ് ഓർത്താൽ മതി. അപ്പോൾ എ ബോഡി ഓഫ് മെൻ കിട്ടിക്കോളും. അടുത്തത് ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ്. ആർട്ടിസ്റ്റിൻ്റെയും ഡാൻസേഴ്സിൻ്റെയും കൂട്ടത്തിൽ എന്താണ് പറയുന്നത്, ട്രൂപ്പ് ഓഫ് എന്നാണ് പറയുക കേട്ടോ. സ്പെല്ലിങ് നോക്കണം, TROUP ആണ് കേട്ടോ, TROUP ആണ് ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ്. ഇനി വേറൊരു ട്രൂപ്പ് ഉണ്ട്, TROOP ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, മങ്കീസ്, കങ്കാരൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സോൾജിയേഴ്സ്, അപ്പോൾ സോൾജിയേഴ്സ് ഇങ്ങനെ വരിപ്പിടിച്ചിട്ടാണ് പോവുക അല്ലേ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ അടുത്ത് ഇപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് സോൾജിയേഴ്സ് ഇങ്ങനെ വരിയായിട്ട് പോകുന്നത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടാൾ ഒരേപോലെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ O എന്നുള്ള രീതിയിൽ ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഓർക്കാലോ. അതേപോലെ തന്നെ മങ്കീനി ഒന്ന് ഓർക്കുക, കങ്കാരു ഓർക്കുക കേട്ടോ. കങ്കാരുവിൽ ഇവിടെ 2 O ഉണ്ട്. അപ്പോൾ ആ O വെച്ചിട്ട് തന്നെ നമുക്ക് 2 O വരുന്ന ട്രൂപ്പാന്നുള്ള രീതിയിലും ജസ്റ്റ് കണക്ട് ചെയ്യാം. സ്പെല്ലിംഗ് മാറിപ്പോവാതിരിക്കാനാണ്. ഇവിടെ OU ആണ്, ഇവിടെ OO ആണ് കേട്ടോ. അപ്പോൾ ഒരേപോലെ ഇരിക്കുന്നതാണ് സോൾജിയേഴ്സ്, മങ്കീസ് അല്ലേ, മങ്കീസ്, സോൾജിയേഴ്സ്, കങ്കാരു. അപ്പോൾ സോൾജിയേഴ്സിനെ നമ്മൾ എങ്ങനെ ഓർത്തത്, ഇങ്ങനെ 2 O ഇരിക്കുന്നത് പോലെ സോൾജിയേഴ്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോരുത്തരായി വരിയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ദെൻ കങ്കാരുവിൻ്റെ ഡബിൾ O വെച്ചിട്ട് നമ്മളിവിടെ ഡബിൾ O കണക്ട് ചെയ്തു. പിന്നെ മങ്കീസിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ മങ്കി അതേപോലെ തന്നെ ചെയ്യും അല്ലേ, അതേപോലെ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരേപോലത്തെ O ആണ്, നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ മങ്കി തിരിച്ച് ചെയ്യുന്നുള്ള രീതിക്ക്, അതായത് സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിക്കൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, മങ്കീസ്, കങ്കാരു. മറ്റേതാകുമ്പോഴോ OU ആണ് ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ മർഡർ ഓഫ് ക്രൗസ് കാക്കകളുടെ കൂട്ടത്തിൽ പറയുന്നതാണ് എ മർഡർ ഓഫ്. ജസ്റ്റ് ഓർക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ. ഒരു മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബലിയിടുമ്പോൾ കാക്കയൊക്കെ വരുന്നുള്ള രീതിയിൽ മർഡറും ക്രൗസും നമ്മൾ കണക്ട് ചെയ്യാമല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആൻ ആർമി ഓഫ് ആൻഡ് സോൾജിയേഴ്സ് എന്താ ആർമിയാന്ന് നമുക്കറിയാം. പിന്നെ ആൻഡ് എന്ന് പറയുമ്പോൾ സോൾജിയേഴ്സിനെ പോലെ ഇങ്ങനെ വരിയായിട്ടാണ് വരുന്നതെന്നുള്ള രീതിയിൽ ആർമി ഓഫ് ആൻഡ്സ് ഓർക്കുക. പിന്നെ ലോക്ക് ഓഫ് ഹെയറും എ ടഫ്റ്റ് ഓഫ് ഹെയറും, ഹെയർ കൺട്രോൾ ചെയ്യാൻ ടഫാന്ന് ഓർക്കുക. പിന്നെ മുടി എപ്പോഴും ലോക്ക് ചെയ്ത് വയ്ക്കണമെന്നും ഓർക്കുക. ഇനി എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സും കാർസും അല്ലേ. ഫ്ലീറ്റ്, സാരിയുടെ ഫ്ലീറ്റൊക്കെ വെച്ച് നമുക്ക് ബസ്സിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ എങ്ങനെ പോവുക, കാറിലാണ് പോവുക. എ ബോഡി ഓഫ് മെൻ അല്ലേ, ആണുങ്ങളുടെ മസിൽ ഓർത്താൽ മതി. ദെൻ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റും ഡാൻസേഴ്സും, ട്രൂപ്പ് TROO വരുമ്പോൾ സോൾജിയേഴ്സും, മങ്കീസും, കങ്കാരും ഓർമ്മയുണ്ടല്ലോ. അടുത്തത് മർഡർ ഓഫ് ക്രൗസ്,
നെക്സ്റ്റ് എ ഹൈവ് ഓഫ് ബീസ്. ബീസിൻ്റെ കൂട്ടത്തെ നമ്മൾ എന്താ പറയുക? ഹൈവ് എന്നാണ് പറയുക. എ ഹൈവ് ഓഫ് ബീസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ബീസ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ തേനീച്ചയൊക്കെ ഇങ്ങനെ ഇളകി വന്നു എന്ന് വിചാരിക്കാം. ഒരു ഈച്ചയൊക്കെ നമ്മളെ കുത്താൻ വന്നു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി ഹൈഡ് ചെയ്യും അല്ലേ, ഒളിഞ്ഞു നിൽക്കും അല്ലെ, ഹൈഡ് ചെയ്യും എന്ന് ഓർത്താൽ മതി. ഹൈഡ്, ഹൈവ്, ഹൈവ് ഓഫ് ബീസ്. അടുത്തത് എ പ്രൈഡ് ഓഫ് ലയൺസ് പീകോക്സ്. ലയൺസിൻ്റെയും പീകോക്സിൻ്റെയും കൂട്ടത്തെ നമ്മൾ എന്താണെന്ന് പറയാം? എ പ്രൈഡ്. പീകോക്സിന് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു, എന്താ? പീ എന്ന് പറയുമ്പോൾ കടല, നമ്മൾ മസ്റ്റാർഡ് യൂസ് ചെയ്ത് കറി വെക്കും. എ മസ്റ്റർ ഓഫ് പീകോക്സ് പഠിച്ചല്ലേ, അപ്പോൾ അത് പഠിച്ചതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. മസ്റ്റർ ഓഫ് പീകോക്സ് പഠിച്ചു. ഇപ്പോൾ പറയുന്നത് എ പ്രൈഡ് ഓഫ് പീകോക്സ് എന്നും പറയും. അപ്പോൾ ഈ പ്രൈഡ് ഓഫ് ലയൺസും പ്രൈഡ് ഓഫ് പീകോക്സും എങ്ങനെ ഓർക്കാം? ലയൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടിലെ രാജാവല്ലേ, അപ്പോൾ രാജാവാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര പ്രൗഡാണ് എന്നുള്ള രീതിയിൽ ആ പ്രൈഡ് എന്ന് ഓർക്കാം. പിന്നെ പീകോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ പക്ഷിയല്ലേ, അപ്പോൾ അതിനും ആ ഒരു പേരിലും ആൾ ഭയങ്കര പ്രൗഡാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ പ്രൗഡ് വെച്ചിട്ട് നമുക്ക് പ്രൈഡ് ഓഫ് ലയൺസ്, പ്രൈഡ് ഓഫ് പീകോക്സ് പഠിക്കാം. അടുത്തത് എ ഷവർ ഓഫ് റെയിൻ. ഷവർ ഓഫ് റെയിൻ അത് നമുക്ക് ഈസി അല്ലേ, ഷവറിൽ നിന്നും ഇങ്ങനെ എന്താ വെള്ളം വരുന്നത് എങ്ങനെയാണ്? മഴ പെയ്യുന്നത് പോലെയല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഷവർ ഓഫ് റെയിൻ ഓർക്കാം. അടുത്തത് പാർലമെൻറ്റ് ഓഫ് ഓൾസ്. പാർലമെൻറ്റ് ഓഫ് ഓൾസ്. ഓൾസിൻ്റെ കൂട്ടത്തെ പാർലമെൻറ്റ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾസിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് പാർലമെൻറ്റ്. എങ്ങനെ ഓർക്കുക? ഈ പാർലമെൻറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഓൾസ് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. പാർലമെൻറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഓൾസ് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നതെന്ന് ഓർത്താൽ മതി. അടുത്തത് എ സ്ട്രിങ് ഓഫ് വയലിനിസ്റ്റ്. നമുക്ക് വയലിൻ എന്ന് പറയുമ്പോൾ തന്നെ വയലിൻ്റെ സ്ട്രിങ് ഓർമ്മ വരും അല്ലേ, അപ്പോൾ ഈ സ്ട്രിങ് ഓഫ് വയലിനിസ്റ്റ്. അടുത്തത് എ ബെവി ഓഫ് ലേഡീസ് ബ്യൂട്ടീസ്. ബ്യൂട്ടീസിൻ്റെയും ലേഡീസിൻ്റെയും കൂട്ടത്തെ പറയുന്നതാണ് എ ബെവി. ബെവി. അപ്പോൾ നമുക്ക് ഈ ബെവി എന്നുള്ളത് ബി വി എന്നെടുക്കാമല്ലോ. ബി വി എന്ന് പറയുമ്പോൾ അത് ലേഡീസ് ആണെന്നുള്ളത് കിട്ടും. പിന്നെ അവർ ഭയങ്കര ബ്യൂട്ടി അല്ലേ, ബി വിമാരെ കാണാൻ നല്ല ബ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ബി വി ഓഫ് ലേഡീസ് ബ്യൂട്ടീസ്. ബി വി എന്ന് പറയുമ്പോൾ ലേഡീസ് ആണ്, അവർ ഭയങ്കര ബ്യൂട്ടിയാണെന്ന് ഓർത്താൽ മതി. എ ബി വി ഓഫ് ലേഡീസ് ബ്യൂട്ടീസ്. അടുത്തത് എ സാമ്പിൾ ഓഫ് സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെയിൽസ്മാൻ എന്താ, എപ്പോഴും അവരുടെ കയ്യിൽ സാമ്പിൾ ഉണ്ടായിരിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ സാമ്പിൾ ഓഫ് സെയിൽസ്മാൻ. എ ക്വിസ് ഓഫ് ടീച്ചേഴ്സ്. ഈസി അല്ലേ, ടീച്ചേഴ്സ് അല്ലേ നമ്മളോട് എപ്പോഴും ക്വിസൊക്കെ നടത്തുന്നത്, ടീച്ചേഴ്സ് അല്ലേ, അപ്പോൾ എ ക്വിസ് ഓഫ് ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എ ഹൈവ് ഓഫ് ബീസ്. ബീസിനെ കണ്ട് നമ്മൾ ഹൈഡ് ചെയ്യും നോർക്കുക. എ പ്രൈഡ് ഓഫ് ലയൺസ് പീകോക്സ്. നമ്മൾ പറഞ്ഞു പീകോക്സും അതുപോലെ കാട്ടിലെ രാജാവ് അതുപോലെ ദേശീയ പക്ഷി എന്നുള്ള പേരിലൊക്കെ അവർ ഭയങ്കര പ്രൗഡാന്ന് ഓർത്താൽ മതി. എ ഷവർ ഓഫ് റെയിൻ. ഷവറിൽ വെള്ളം വരുന്നത് റെയിൻ പോലെയാണ്. പാർലമെൻറ്റ് ഓഫ് ഓൾസ്. പാർലമെൻറ്റിലെ ആളുകളൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഓൾസ് ഇരിക്കുന്ന പോലെയാണ്. എ സ്ട്രിങ് ഓഫ് വയലിനിസ്റ്റ്. വയലിനിലെ സ്ട്രിങ് ഓർക്കുക. ബെവി ഓഫ് ലേഡീസ് ബ്യൂട്ടീസ്. ബി വി എന്ന് പറയുമ്പോൾ ലേഡീസ് ആണ്, അവർ ഭയങ്കര ബ്യൂട്ടിയാണെന്ന് ഓർത്താൽ മതി. എ സാമ്പിൾ ഓഫ് സെയിൽസ്മാൻ. സെയിൽസ്മാൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? സാമ്പിൾ ഉണ്ടായിരിക്കും. എ ക്വിസ് ഓഫ് ടീച്ചേഴ്സ്. എങ്ങനെയാണ് ഓർത്തേ? ടീച്ചേഴ്സാണ് ക്വിസ് നടത്തുന്നതെന്ന് ഓർത്താൽ മതി. അടുത്തത് എ കോളനി ഓഫ് ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ. ബാക്ടീരിയാസിനെയും ഫഞ്ചൈയുടെയും ഗ്രൂപ്പിന് എന്താണ് പറയുന്നത്? കോളനി എന്നാണ് പറയുന്നത്. കോളനി ഓഫ് ബാക്ടീരിയ ഫഞ്ചൈ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് എ സ്ലേറ്റ് ഓഫ്. എ സ്ലേറ്റ് ഓഫ് എങ്ങനെ ഓർക്കുന്നത്? ഇപ്പോൾ ഒരു കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ട്. കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കും. സ്ലേറ്റിലാണ് എഴുതാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ മതി കേട്ടോ. എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സ് കയ്യിൽ നമ്മൾ സ്ലേറ്റ് കൊടുത്തിട്ടാണ് എഴുതാൻ പറഞ്ഞതെന്ന് ഓർത്താൽ മതി. അടുത്തത് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഓർക്കാം? ഡയറക്ടേഴ്സ് സംവിധാനം ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും അല്ലേ, അതിലിങ്ങനെ അടിച്ചിട്ടാണ് അവർ സ്റ്റാർട്ടും ആക്ഷനും കട്ടൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർക്കാമല്ലോ. അടുത്തത് ക്യൂവർ ഓഫ് ആരോസ്. ക്യുവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിവറുമായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. ക്യുവറിൻ്റെ മീനിങ് ഷിവറുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യുവർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരോ പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് ഒരു ആരോ ഒക്കെ ഇങ്ങനെ വരുവാണ്, അമ്പൊരു ഇങ്ങനെ പാഞ്ഞ് വരുവാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിറയ്ക്കും അല്ലേ. പെട്ടെന്ന് ഒരു അമ്പ് ആരോ ഒക്കെ പാഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ വിറയ്ക്കും എന്നുള്ള രീതിയിൽ ഷിവറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യുവർ ഓഫ് ആരോസ്. അടുത്തത് സ്ലോത്ത് ഓഫ് ബിയർ. കരടികളുടെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? സ്ലോത്ത് ഓഫ് ബെയർ എന്നാണ് പറയുന്നത്. സ്ലോത്ത് ഓഫ് എങ്ങനെ ഓർക്കുക? ബെയർ എന്നൊക്കെ പറയുമ്പോഴേ കരടികളൊക്കെ ഇങ്ങനെ പയ്യെ നടക്കുന്നവരല്ലേ, പതുങ്ങി. നമ്മുടെ കാർട്ടൂണൊക്കെ കണ്ടിട്ടില്ലേ, അനിയൻ ബാവ ചേട്ടൻ ബാവ ഇങ്ങനെ പതുങ്ങി നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അവർ ഭയങ്കര സ്ലോ ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, സ്ലോത്ത് ഓഫ് ബെയർ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. അടുത്തത് എ ലോഫ് ഓഫ് ബ്രെഡ്. ബ്രെഡിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് എ ലോഫ് ഓഫ് ബ്രെഡ് എന്നാണ് പറയുന്നത് കേട്ടോ. എ ലോഫ് ഓഫ് ബ്രെഡ്. അടുത്തത് എ പോഡ് ഓഫ് ഡോൾഫിൻസ് വെയിൽസ്. വെയിൽസിൻ്റെയും ഡോൾഫിൻസിൻ്റെയും കൂട്ടത്തെ നമ്മൾ എ പോഡ് ഓഫ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു വെയിൽസിൻ്റെ കൂട്ടത്തെ എന്താണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? സ്കൂൾ ഓഫ് വെയിൽസ് പഠിച്ചല്ലേ. നമ്മൾ സ്കൂളിൽ പോകുന്ന വെയിലത്താന്ന് പറഞ്ഞ ഓർത്തില്ലേ? സ്കൂൾ ഓഫ് വെയിൽസ് പഠിച്ചു. ഇപ്പോൾ പറയുന്നത് എ പോഡ് ഓഫ് ഡോൾഫിൻസ്
വെയിൽസ് കേട്ടോ. ഡോൾഫിൻസിൻ്റെയും വെയിൽസിൻ്റെയും കൂട്ടത്തെ പോഡ് ഓഫ് എന്ന് പറയും. എങ്ങനെ ഓർക്കാം? ഡോൾഫിൻസിൻ്റെയും വെയിൽസിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും നമ്മൾ നമ്മുടെ ഐപോഡ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രൈപോഡൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എ ബെഞ്ച് ഓഫ് ജഡ്ജസ് മജിസ്ട്രേറ്റ്. ജഡ്ജസിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയും കൂട്ടത്തെ പറയുന്ന പേരെന്താണ്? എ ബെഞ്ച് ഓഫ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് കോടതിയുടെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ അവിടെ ബെഞ്ചും അല്ലേ, അവിടെ ജഡ്ജ് മജിസ്ട്രേറ്റ് ഒക്കെ ബെഞ്ചിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ എ ബെഞ്ച് ഓഫ് ജഡ്ജസ് മജിസ്ട്രേറ്റ്സ്. ഓക്കെ, അപ്പോൾ എ കോളനി ഓഫ് ബാക്ടീരിയ ഫഞ്ചൈ, എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എ ക്യൂവർ ഓഫ് ആരോസ്, എ സ്ലോത്ത് ഓഫ് ബെയർ, എ ലോഫ് ഓഫ് ബ്രെഡ്, എ പോഡ് ഓഫ് ഡോൾഫിൻസ് വെയിൽസ്, എ ബെഞ്ച് ഓഫ് ജഡ്ജസ് മജിസ്ട്രേറ്റ്സ്. അടുത്തത് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡോവ്സ്, ഇൻസെക്ട്സ്. സ്റ്റെയേഴ്സിൻ്റെ കൂട്ടത്തെ, ബേർഡ്സിൻ്റെ കൂട്ടത്തെ, ഡോവ്സിൻ്റെ കൂട്ടത്തെ, ഇൻസെക്ട്സിൻ്റെ കൂട്ടത്തെ, ഇതിനെല്ലാം പറയുന്നത് എന്താണ്? ഫ്ലൈറ്റ് ഓഫ് എന്നാണ് പറയുന്നത്. ഫ്ലൈറ്റ് ഓഫ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ കയറുവാണെന്ന് വിചാരിക്കുക. ഒരു ഫ്ലൈറ്റിൽ നമ്മൾ പോവാണ്. നേരെ നമുക്ക് എങ്ങനെ കയറാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമ്മൾ കുറേ സ്റ്റെയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റെയേഴ്സ് കയറണം എന്ന് ഓർത്താൽ മതി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആകാശത്തൂടെയല്ലേ പറക്കുന്നത്. അപ്പോൾ ആകാശത്തൂടെ പറക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, വിൻഡോയുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ബേർഡ്സും ഡോവ്സും ഇൻസെക്ട്സും ഒക്കെ ഇങ്ങനെ ആകാശത്തൂടെ പറക്കുന്നേ കാണാൻ പറ്റും എന്ന് ഓർത്താൽ മതി കേട്ടോ. ബേർഡ്സ്, ഡോവ്സ്, ഇൻസെക്ട്സ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡോവ്സ്, ഇൻസെക്ട്സ്. അടുത്തത് എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. സ്റ്റാർസിൻ്റെ കൂട്ടത്തെ പറയുന്നത് എന്താണ്? കോൺസ്റ്റലേഷൻ എന്നാണ് കേട്ടോ. കോൺസ്റ്റലേഷൻ. ഓക്കെ, കോൺസ്റ്റലേഷൻ, എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. അടുത്തത് എ പാക്ക് ഓഫ് ഡോഗ്സ്, വൂൾസ്, ഹോൺസ്. ഡോഗ്സിൻ്റെയും വൂൾസിൻ്റെയും ഹോൺസിൻ്റെയും എല്ലാം ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എ പാക്ക് ഓഫ്. ഡോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെന്നായി. ഹോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടപ്പട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗ്രൂപ്പ്സിനെ പറയുന്നതാണ് എ പാക്ക് ഓഫ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഡോഗ്സൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് അറിയാം ഓർത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഈ നായയുടെയൊക്കെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പാക്ക് കണക്കിന് ഇങ്ങനെ പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്, പാക്കായിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോഗ്സ്, വൂൾസ്, ഹൂൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പാക്ക് ഓഫ് എന്നാണ് പറയുക. അപ്പോൾ പാക്ക് കണക്കിന് പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണം എന്നുള്ള രീതിയിൽ, ഫുഡൊക്കെ വാങ്ങിച്ച് വെക്കണം എന്നുള്ള രീതിയിൽ പാക്ക് ഓഫ് ഡോഗ്സ്, വൂൾസ്, ഹോൺസ് ഓർത്തിരിക്കാമല്ലോ. അടുത്തത് എ പ്ലാക്ക് ഓഫ് ലോക്കസ്റ്റ്. എ പ്ലാക്ക് ഓഫ് ലോക്കസ്റ്റ്, അതായത് ലോക്കസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഈ വിളയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന കിളിയുണ്ട്, വെട്ടുകിളി എന്ന് പറയും. അതിനെയാണ് ലോക്കസ്റ്റ് എന്ന് പറയുക. അതിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ് പ്ലാക്ക് ഓഫ് ലോക്കസ്റ്റ് കേട്ടോ. പ്ലാക്ക് ഓഫ് ലോക്കസ്റ്റ്. അടുത്തത് എ ലൈബ്രറി ഓഫ്, എ പൈൽ ഓഫ്, എ ഷെൽഫ് ഓഫ് ബുക്സ്. ബുക്സിൻ്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് എ ലൈബ്രറി ഓഫ് എന്ന് പറയും, എ പൈൽ ഓഫ് എന്ന് പറയും, എ ഷെൽഫ് ഓഫ് എന്ന് പറയും. ലൈബ്രറി നമുക്ക് കിട്ടും, ഷെൽഫും കിട്ടും. എന്തുകൊണ്ടാണ്? ലൈബ്രറിയിലാണ് ബുക്ക് ഉണ്ടാവുക. എവിടെയാണ് ഉണ്ടാവുക? ലൈബ്രറിയിൽ ഷെൽഫിലാണ് അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ലൈബ്രറിയും എ ഷെൽഫും നമുക്ക് കിട്ടി. ഇനി പൈൽ ഓഫ്, എ പൈൽ ഓഫ്. അപ്പോൾ ഒരു ബുക്കിൻ്റെ പേര്, ബുക്കിൻ്റെ ഓതറാണ് പൗലോ കൊയ്ലോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പൗലോ കൊയ്ലോയുടെ ബുക്കൊക്കെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ലൈബ്രറി ഓഫ്, എ പൈൽ ഓഫ്, എ ഷെൽഫ് ഓഫ് ബുക്സ്. അടുത്തത് എ സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. എ സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് സ്കൂപ്പ് ഓഫ്. എങ്ങനെ ഓർക്കാൻ പറ്റുക? അപ്പോൾ സ്കൂപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർമ്മ വരിക? നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന ഓർമ്മ വരും അല്ലേ. അപ്പോൾ അതുപോലെ ജേർണലിസ്റ്റുകൾ ന്യൂസൊക്കെ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന ഓർത്താൽ മതി കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യുന്നത് പോലെ ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യും? ന്യൂസൊക്കെ, അവർക്ക് ആവശ്യമുള്ള ന്യൂസൊക്കെ സ്കൂപ്പ് ചെയ്തെടുക്കും എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. അടുത്തത് ബാറ്ററി ഓഫ് ഗൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തോക്കുകളുടെ കൂട്ടമാണ് ബാറ്ററി. കളിത്തോക്കിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ഓർത്താൽ മതി. അടുത്തത് ക്ലച്ച് ഓഫ് എഗ്സ്. ക്ലച്ച് ഓഫ് എഗ്സ്. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചത്, നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ വണ്ടിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ പെട്ടെന്ന് ക്ലച്ചൊക്കെ പിടിക്കുമ്പോഴത്തേനും മുട്ടയൊക്കെ താഴെ വീണ് പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലച്ച് ഓഫ് എഗ്സ്. അടുത്തത് ബഡ്ജറ്റ് ഓഫ് ന്യൂസ് ലെറ്റേഴ്സ്. ന്യൂസിൻ്റെയും ലെറ്റേഴ്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ എന്താണ് പറയുന്നത്? ബഡ്ജറ്റ് എന്നാണ് പറയുക. എങ്ങനെ ഓർക്കാൻ പറ്റുക? ഇപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റ് വായിക്കുന്നതൊക്കെ അല്ലേ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെ കാണുന്നത്? ന്യൂസിലൂടെയല്ലേ കാണുന്നത്. ബഡ്ജറ്റ് കാണുന്നത് ന്യൂസിലൂടെയാണ്. ന്യൂസിലെങ്ങനെ നമ്മൾ ലെറ്റേഴ്സൊക്കെ ആയിട്ട് താഴെ ഇങ്ങനെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ആ രീതിയിൽ ബഡ്ജറ്റ് ഓഫ് ന്യൂസും ലെറ്റേഴ്സും നമുക്ക് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്, ബേർഡ്സ്, ഡോഗ്സ്, ഇൻസെക്ട്സ്. എന്താ, ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ സ്റ്റെയേഴ്സിലൂടെ വേണം കയറാനായിട്ട്. ആകാശത്തിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണും? ബേർഡ്സ്, ഡോഗ്സ്, ഇൻസെക്ട്സ് ഒക്കെ കാണും. എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് ഓർക്കുക. എ പാക്ക് ഓഫ് ഡോഗ്സ്, വൂൾസ്, ഹോൺസ് പറഞ്ഞു. ഡോഗ്സിനും വൂൾസിനൊക്കെ ഇഷ്ടക്കണക്കിന് എന്ത് വേണം? പാക്കായിട്ട് അല്ലെ, പാക്കറ്റായിട്ട്
പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കണം എന്നുള്ള രീതിയിൽ. ദെൻ പ്ലാക്ക് ഓഫ് ലോക്കസ്റ്റ്, എ ലൈബ്രറി ഓഫ്, എ പൈൽ ഓഫ്, എ ഷെൽഫ് ഓഫ് ബുക്സ്. ബുക്സ് ലൈബ്രറിയിലാണ്, ലൈബ്രറിയിലെ ഷെൽഫിലാണുള്ളത്. ഏത് ബുക്കാണ്? പൗലോ കൊയ്ലോയുടെ ബുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. എ സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്, ജേർണലിസ്റ്റ് എന്ത് ചെയ്യും? ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് പോലെ ന്യൂസൊക്കെ സ്കൂപ്പ് ചെയ്തെടുക്കും എന്നുള്ള രീതിയിൽ. ദെൻ എ ബാറ്ററി ഓഫ് ഗൺസ്, എ ക്ലച്ച് ഓഫ് എഗ്സ്, അല്ലേ? ക്ലച്ചൊക്കെ പിടിക്കുമ്പോഴത്തേന് നമ്മുടെ എഗ്ഗൊക്കെ വീണ് പൊട്ടും എന്നുള്ള രീതിയിൽ ഓർക്കുക. ബഡ്ജറ്റ് ഓഫ് ന്യൂസ്, ലെറ്റേഴ്സ്, ന്യൂസിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 50 കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്